നമസ്കാരം. 2026 നിയമസഭാ ഇലക്ഷനിൽ കേരളത്തെ അമ്പരപ്പിച്ചുകൊണ്ട് 102 സീറ്റുമായിട്ട് വിജയിച്ച് കയറിയതാണ് യുഡിഎഫ്. ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര വലിയൊരു വിജയം നേടുമെന്ന്. പ്രത്യേകിച്ച് യുഡിഎഫ് കൊടുത്ത ഗ്യാരണ്ടിയിൽ പ്രധാനപ്പെട്ട 5 ഗ്യാരണ്ടികളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്നുള്ളത്. അത് ഏതൊരു സ്ത്രീയെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കും ഇതുപോലെ തൊഴിലിന് പോകുന്ന ചെറിയ വേതനത്തിൽ തൊഴിലിന് പോകുന്ന സ്ത്രീകൾക്കും ആർക്കായാലും ഇപ്പം വിദ്യാർത്ഥികൾക്കൊക്കെ വലിയ തരത്തിൽ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതി തന്നെയായിരുന്നു അത്. അതിൽ സംശയമൊന്നുമില്ല. ഇപ്പം അതുമായി ബന്ധപ്പെട്ട നിലവിലെ ഇത്തരത്തിൽ ബസ്സിൻ്റെ അല്ലെങ്കിൽ ഗതാഗത വകുപ്പിൻ്റെ മന്ത്രി പറഞ്ഞ കാര്യം, സ്ത്രീകൾ ഇത്തരത്തിലുള്ള സൗജന്യ യാത്ര നൽകുന്ന ബസ്സിൽ തിരക്ക് കൂട്ടി കയറുകയാണെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി നല്ല വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കാശ് വേണ്ടാത്ത ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഇതൊരു സ്ത്രീകൾക്ക് വേണ്ടി അവകാശമായി നൽകുന്നതല്ല, ഒരു ഔദാര്യം എന്നോളം നൽകുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ. ഒരിക്കലും ഒരു ജനതയ്ക്ക്, പ്രത്യേകിച്ച് കേരളം പോലത്തെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസമുള്ള ഒരു ജനതയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പരാമർശങ്ങളാണ്. നമ്മളറിയാം, അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ ഈ പറഞ്ഞ പോലെ ജനാധിപത്യ രീതിയിലാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. ജനങ്ങളുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ അടുത്തിടപഴകുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യമാണ് നിലവിൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം എല്ലാവരും പാടെ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലിൽ കെട്ടിക്കിടക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറഞ്ഞത്. പകരം സർക്കാർ ആശുപത്രി വരാന്തയിൽ കെട്ടിക്കിടക്കും എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇത്തരത്തിൽ എന്താ പറയുക, അവിടെ വരാൻ പറ്റില്ല എന്നുള്ള അദ്ദേഹത്തോട് ആരാണ് പറഞ്ഞത് എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത്. കാരണം ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ പൈസ കൊണ്ട്, ജനങ്ങളെ നികുതി പണം എടുത്തുകൊണ്ടുണ്ടാക്കിയ പൈസ അതുകൊണ്ടുണ്ടാക്കിയതാണ്. ഇപ്പോൾ KSRTC ആണെങ്കിലും അതല്ല, ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ അത് എവിടെ പോകണം, എവിടെ കയറണം എന്നുള്ളത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. കുട്ടികളെ, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുന്നില്ല, അവിടെയൊക്കെ പ്രൈവറ്റ് സ്കൂളിലോട്ട് പറഞ്ഞയക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ, ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നില്ല, എല്ലാവരും ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് വരുന്നു. മാത്രമല്ല ബസ്സിൻ്റെ കാര്യം വരുമ്പോഴും സ്ത്രീകളെല്ലാം ഈ പറഞ്ഞ തള്ളിക്കയറുകയാണ് ബസ്സിൽ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വിചാരണം, അദ്ദേഹം ഒരു ഔദാര്യം എന്നോണം നൽകുന്ന പ്രക്രിയ എന്നുള്ള രീതിയിലാണ്. ഒരിക്കലും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് UDF പോലത്തെ ഒരു മന്ത്രിസഭയിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല UDFിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം UDF കൃത്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ LDF ആയാലും UDF ആയാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. UDFിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംവരണം, ഈ പറഞ്ഞ പോലെ ഭരണഘടനയുടെ രാജീവ് ഗാന്ധി ആശയപ്രകാരം, രാജീവ് ഗാന്ധിയുടെ ആശയപ്രകാരം ഈ പറഞ്ഞ പോലെ രൂപീകരിച്ച 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്ത്രീകൾക്ക് 33% സംവരണം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 33% സംവരണം ഏർപ്പാടാക്കിയത് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ്. മറ്റൊന്ന് ഗാർഹിക പീഡന നിയമം UP 2005 കൊണ്ടുവന്നതും ഇതേ കോൺഗ്രസ്സാണ്. തൊഴിലുറപ്പ് പദ്ധതി MG നരേഗ കൊണ്ടുവന്നതും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം, തുല്യ വർക്കിംഗ് ഹവേഴ്സ് എല്ലാം കൊണ്ടുവന്നത് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് സർക്കാരാണ്. മാത്രമല്ല സ്വത്തവകാശ നിയമ ഭേദഗതി 2005 ഹിന്ദു സ്വത്തവകാശത്തിൻ്റെ നിയമങ്ങൾ കൊണ്ടുവന്നതും ഇതേ കോൺഗ്രസ്സാണ്. മാത്രമല്ല നിർഭയ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്നതും കോൺഗ്രസ്സാണ്. ഇനി കേരളത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യ രംഗത്ത് ആശാവർക്കർമാർക്കുള്ള വേതനം കൂട്ടിക്കൊടുത്തതും ഇതേ കോൺഗ്രസ്സാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി വലിയ തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് ഒരു മന്ത്രിക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് എന്നുള്ള വലിയ ചോദ്യചിഹ്നം ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നില്ല, അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് ഞാൻ പേഴ്സണലി വിയോജിപ്പ് ഏർപ്പെടുത്തുന്നു. കാരണം ഒരു കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ഇത്രത്തോളം 3.5 കോടി ജനങ്ങൾ താമസിക്കുന്ന, അതിൽ തന്നെ നല്ല ശതമാനം സ്ത്രീകളുള്ള ഒരു സംസ്ഥാനത്ത് നിങ്ങളെല്ലാം ബസ് സൗജന്യമായി തന്നപ്പോൾ നിങ്ങളെല്ലാം പാടെ അതിൽ തള്ളിക്കയറുകയാണ്. അതുകൊണ്ടൊരു മാന്യത വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളെല്ലാവരും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരാന്തയിൽ വന്ന് നിൽക്കുകയാണ്, എന്താ നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് പോകാത്തത്? ഇതൊക്കെ ചോദിക്കാൻ അദ്ദേഹത്തിന് എന്താണ് അവകാശം? അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹം മന്ത്രിയായിരിക്കാം, അത് ഈ പറഞ്ഞ പോലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണ്. അല്ലാണ്ട് ബസ്സെല്ലാം അദ്ദേഹം പൈസ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പൈസയിൽ നിന്ന് വാങ്ങിയതാണ് എന്നൊരിക്കലും അംഗീകരിക്കപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള CP ജോണിനെ പോലത്തെ ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രീതിയിൽ നിന്ന് വന്ന ഒരു നേതാവ് ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു കാര്യം പറയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഇതാണ് ചർച്ചാ വിഷയമായി കൊണ്ടുപോയിട്ട് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട CPMൻ്റെയും അതേപോലെ CPIയുടെ അടക്കം പല നേതാക്കന്മാരും പരസ്യമായി രംഗത്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയണം. അല്ലാത്ത പക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വലിയ പ്രശ്നങ്ങൾ കേരളത്തിൽ ഇനി ഉണ്ടാകാൻ പോകും. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടുകളുടെ
കുത്തൊഴുക്ക് കൊണ്ടൊക്കെയാണ് 2026 നിയമസഭാ ഇലക്ഷൻ ഈ പറഞ്ഞ പോലെ UDF വിജയിച്ചത്. സ്ത്രീകളുടെ വോട്ടെന്ന് മാത്രം പറയുന്നില്ല, നിഷ്പക്ഷരായ നല്ല ശതമാനം ആൾക്കാരുടെയും പ്രത്യേകിച്ച് CPM-ൻ്റെ ഉള്ളിൽ നിന്ന് പാർട്ടി വോട്ടുകളെല്ലാം കിട്ടിയിട്ട് തന്നെയാണ് കോൺഗ്രസ് വിജയിച്ച് കയറിയത്. അപ്പോൾ അവർ കൊടുത്തൊരു പദ്ധതി ഔദാര്യമാണ് എന്നുള്ള രീതിയിലോട്ട് ഗതാഗത മന്ത്രിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ സ്വാഭാവികമായിട്ടും അത് കൊള്ളുന്നത് ഈ പറഞ്ഞ പോലെ UDF-നുള്ളിൽ മാത്രമല്ല, UDF-ൻ്റെ പ്രതിച്ഛായ കൂടി ബാധിക്കുന്ന ഒരു തരത്തിലുള്ള വലിയ പരാമർശം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകും എന്നുള്ളത് ഉറപ്പാണ്. മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഇത് ഏറ്റെടുക്കും എന്നുള്ളതും അപ്പം ഇത്തരത്തിൽ ആശാവർക്കർമാർക്കും അല്ലെങ്കിൽ ഇത്തരം MJ നരേഗ പോലത്തെ കാര്യങ്ങൾക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 33% സംവരണം കൊണ്ടുവന്നതും ഇത്തരത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത നിർഭയ പോലത്തെ പല പ്രോഗ്രാമുകൾക്കും തുടക്കം കുറിച്ച കോൺഗ്രസ് സർക്കാരിൻ്റെ മേലിൽ പ്രതിച്ഛായ തന്നെ ഇല്ലാണ്ടാക്കുന്നൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് കൃത്യമായ നിലപാട് പറയണം. കാരണം ഇത് ബാധിക്കുന്നത് കോൺഗ്രസിനെ കൂടിയായിരിക്കും. അദ്ദേഹം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ UDF സർക്കാരിൻ്റെ ഒരു മന്ത്രി കൂടിയാണ്. ഇത്തരത്തിൽ പല നേതാക്കന്മാരും അദ്ദേഹത്തെ പരാമർശിക്കാറുള്ള ബുദ്ധിജീവി, വലിയ തരത്തിലൊരു ബുദ്ധിജീവിയാണ് CP ജോൺ എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ്. അദ്ദേഹം ബുദ്ധിജീവിയോ ആരും തന്നെ ആയിക്കോട്ടെ, പക്ഷേ കേരളത്തിലെ സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് ബാധിക്കാൻ പോകുന്നത് അദ്ദേഹത്തെ മാത്രമായിരിക്കില്ല, UDF-നെ കൂടിയായിരിക്കും. അതുകൊണ്ട് UDF ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയും എന്ന് തന്നെ വിശ്വസിക്കുന്നത്. തെറ്റ് പറ്റാം, മനുഷ്യനാണ്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിന് അൺകൺട്രോളബിൾ ആയിട്ടോ അല്ലെങ്കിൽ നാക്കുപിഴ സംഭവിച്ചുകൊണ്ടോ പറഞ്ഞതാണെങ്കിൽ തെറ്റു പറഞ്ഞാൽ അത് പിന്നെ കേരള ജനത പൊറുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തെറ്റ് പറ്റിയതാണെങ്കിൽ അദ്ദേഹം പരസ്യമായി കേരള ജനതയോട് മാപ്പ് പറയണം. അതല്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നിലക്ക് നിർത്താൻ UDF സർക്കാർ രംഗത്തിറങ്ങണം എന്ന് തന്നെയാണ് പറയാൻ ഉള്ളത്.